ഹായ് ഹായ് ഹായ്. അപ്പോൾ മാഷ് പെട്ടെന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ മാത്സിന്റെ എക്സാമിന്റെ ആൻസേഴ്സ് ഒക്കെ എന്താന്ന് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ അതിന്റെ ആൻസർ ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മാഷ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. മലയാളം മീഡിയക്കാർ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തിട്ട് റെഡി ആയിട്ട് നിൽക്കുക. എന്നിട്ട് ഇത് മാഷ് കാണിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഇത് തന്നെയാണോ എഴുതിയത് നോക്കുക. തെറ്റാനും പ്രശ്നം നമ്മൾ ഓണം എക്സാം ആണല്ലേ കഴിഞ്ഞത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇതുപോലെ ആൻസർ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കട്ടെ. മാഷ് പെട്ടെന്ന് ചെയ്ത് കാണിച്ചു തരാം. മാഷ് ക്ലാസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ആൻസർ പെട്ടെന്ന് ചെയ്ത് കാണിച്ചു തരാൻ മാത്രം കേട്ടോ. ഒരു കുട്ടിയുടെ ശരാശരി ഭാരം എത്രയാണെന്ന് ചോദിച്ചത് ഉണ്ടോ. ഒരു ക്ലാസ്സിലുള്ള കുട്ടികളെ ഭാരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, അതിന്റെ ഏവറേജ് ശരാശരി കാണാനാണ് പറഞ്ഞത്. മാഷ് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ചോദ്യം വരുമെന്ന്, അത് അതുപോലെ ചോദിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരെ വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, അതിന്റെ ഏവറേജ് ശരാശരി കാണണം. നമുക്ക് കണ്ടാലോ, സിമ്പിൾ ആണ്. മാഷ് പറഞ്ഞതാണ് ഏവറേജ് ശരാശരി കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, എല്ലാ ഭാരവും തമ്മിൽ കൂട്ടുക. ഭാരത്തിന്റെ ഏവറേജ് കാണേണ്ടത്, അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുക. എന്നിട്ട് അത് എത്ര എണ്ണം ഉണ്ട് എന്ന് വെച്ചാൽ, എത്ര ആൾക്കാരെ ഭാരം എന്ന് വെച്ചാൽ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. ഇതെല്ലാം കൂടെ കൂട്ടിയാല് ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് 180 180 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്താല് 180 180 എന്ന് കിട്ടും. പിന്നെ അതുപോലെ ഇത് എത്ര ആൾക്കാരുണ്ട്, 5 ആൾക്കാരുണ്ട് അല്ലെ. അപ്പോ അതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 180നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ഉത്തരം കിട്ടുക, 180 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും, 36 എന്ന് കിട്ടും. അപ്പൊ 36 ആണ് ഇതിന്റെ ആവറേജ്. നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ എക്സാം കഴിഞ്ഞു. അപ്പൊ ഇനി അത് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ മാഷ് പെട്ടെന്ന് പറയാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ കേട്ടോ. തെറ്റിപ്പോയവരുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ അടുത്ത ചോദ്യം, 5 പേരുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ പുറത്തു പോയപ്പോൾ ശരാശരി ഭാരത്തിൽ മാറ്റം വന്നിട്ടില്ല. അപ്പൊ പുറത്തു പോയ ആളെ ഭാരം എത്രയെന്ന് ചോദിച്ചത്. അതായത് ഇവർ 5 ആൾക്കാരുണ്ട്, ഇവരെ ഏവറേജ് 36 ആണ് നമുക്ക് മനസ്സിലായി. അപ്പൊ അതിൽ നിന്ന് ഒരാൾ പോയിട്ടും ഏവറേജിൽ മാറ്റം വന്നിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, പോയ ആളെ ഭാരവും ഏവറേജും സെയിം ആണെന്നാണ് നമ്മൾ അതിന്റെ അർത്ഥം. അപ്പൊ പുറത്തുപോയ ആളെ ഭാരം എത്ര ആയിരിക്കും, 36 ആയിരിക്കും. അതാണ് അതിന്റെ ആൻസർ. ഇനി അടുത്തത്, 5 കുട്ടികളുടെയും ടീച്ചറിന്റെയും ഭാരം ചേർത്ത് ശരാശരി ഭാരം കണക്കാക്കിയപ്പോൾ ശരാശരി ഭാരം 3 കിലോഗ്രാം കൂടി. ടീച്ചറുടെ ഭാരം എത്രയാണെന്ന ചോദ്യം. എന്താ പറഞ്ഞത്, ഈ 5 കുട്ടികളുടെ വെയിറ്റിന്റെ കൂടെ നമ്മൾ ടീച്ചറും കൂടെ വന്നപ്പോ എന്താ, ഏവറേജ് 3 കൂടി എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഭാരം എത്രയും നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കേ, ഏവറേജ് എന്ന് വെച്ചാൽ എന്താ, എല്ലാവരുടെ ഭാരവും സെയിം ആണെങ്കിൽ എത്ര ആയിരിക്കും എന്നല്ല. ഇവിടെ നോക്കി നമുക്ക് ഏവറേജ് 36 കിട്ടിയത്. 36 ഭാരമുള്ള ഒരാളുണ്ട്, പക്ഷെ 36നേക്കാൾ കൂടുതലുള്ള ആൾക്കാരുണ്ട് അല്ലേ, 36നേക്കാൾ കുറവുള്ള ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാതും കൂടെ നോക്കിക്കേ, ഈ കൂടുതലുള്ള ആളേന്ന് കുറവുള്ള ആളേക്ക് കൊടുത്ത്, കൂടുതലുള്ള ആളേന്ന് കുറവുള്ള ആളേക്ക് കൊടുത്ത്, അങ്ങനെ കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും, എല്ലാവരുടെ ഭാരം കൃത്യം 36 ആക്കാൻ വേണ്ടി കഴിയും. അതാണ് ഏവറേജിന്റെ അർത്ഥം എന്ന് മാഷ് പറഞ്ഞിരുന്നു അല്ലെ. ഇവിടെ എന്താ, ഈ 5 ആൾക്കാരെ ഭാരത്തിന്റെ കൂടെ നമ്മൾ ടീച്ചറും കൂടെ വന്നപ്പോ ഏവറേജ് 3 കൂടി എന്നാ പറഞ്ഞത്. അതായത് ഇവരെല്ലാവരുടെ ഭാരം 36 ഇങ്ങനെ 5 ആൾക്കാരെ ഭാരം 36 വീതം ആക്കാൻ വേണ്ടി നമുക്ക് കഴിയും. ഏകദേശം 36 ആണ്. അതിലോട്ട് നമ്മൾ ടീച്ചറും കൂടെ വന്നു. ടീച്ചർ ഭാരം 36 ആണോ, അല്ല 36നേക്കാൾ കൂടുതലാണ്. ടീച്ചറും കൂടെ വന്നപ്പോ എന്താ, ഏവറേജിലോട്ട് 3 കൂടി എന്നാ പറഞ്ഞത്. അപ്പൊ ഏവറേജിലോട്ട് 3 കൂടി എന്ന് വെച്ചാൽ എന്താ, എല്ലാവരുടെ ഭാരം ഏകദേശം 39 ആയിട്ടുണ്ടാവും. അപ്പൊ ടീച്ചറുടെ ഭാരം എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എല്ലാവരുടെ ഭാരത്തിലോട്ടും 3 കൂടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ടീച്ചറുടെ ഭാരത്തിൽ നിന്ന് എല്ലാവരുടെ ഭാരത്തിലോട്ടും വീതിച്ചു കൊടുത്തപ്പോ ടീച്ചറുടെ ഭാരം എല്ലാവരുടെ ഭാരം സെയിം ആയി. അതായത് ടീച്ചറുടെ ഭാരത്തിലോട്ടും 3 കൂടിയിട്ടുണ്ടാവും, എല്ലാവരുടെ ഭാരത്തിലോട്ടും 3 കൂട്ടി കൊടുക്കാനുള്ള അത്രയും ഭാരം എന്തുണ്ടാവും, നമ്മൾ ടീച്ചറുടെ ഭാരമായിട്ടുണ്ടായിരിക്കും. ഏവറേജിന്റെ ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നതായിട്ട് മാഷ് കാണിച്ചിരുന്നേ. അപ്പൊ ടീച്ചറുടെ ഭാരം എത്രയെന്ന് വെച്ചാൽ ഈ 5 പ്രാവശ്യം 3നെ കൂട്ടിയതും, പിന്നെ അതുപോലെ 36ഉം ഒരു പ്രാവശ്യം കൂടെ 3നെ കൂട്ടിയതും, ഇതെല്ലാം കൂടെ കൂട്ടിയാലാണ് നമുക്ക് ടീച്ചറുടെ ഭാരം കിട്ടുക. ടീച്ചറുടെ ഭാരം എത്രയെന്ന് അറിയോ, 36ലോട്ട് 3 കൂട്ടിയാൽ 39, അതിലോട്ട് 3 കൂട്ടിയാൽ 42, 45, 48, 51, 54 54 കിലോഗ്രാം ആണ് നമ്മൾ ടീച്ചറുടെ ഭാരം.
കാരണം 54 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ വന്നാൽ 54 ഇങ്ങനെ വീതിച്ചു കൊടുത്ത് നമുക്ക് എല്ലാവർക്കും 3 വീതം വീതിച്ചു കൊടുക്കാനും കഴിയും. പിന്നെ ഇതേ 36 കൂടെ ഇതാ ടീച്ചറെ ഭാരത്തിലോട്ടും 36 കൂടെ ഒരു 3 കൊടുക്കുന്ന രൂപത്തിൽ ഇതേ രൂപത്തിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഏവറേജിന്റെ ഐഡിയ വെച്ചിട്ട് മാഷ് ചെയ്തതെന്നാണ്. ആ ഉത്തരം കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇതേ എന്തായാലും മാഷ് ഇതിന്റെ ഇനി ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാഷ് ഇതിന്റെ ഒരു ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഇതിന്റെ ക്ലാസ്സുകൾ തുടർന്ന് അങ്ങോട്ട് മാഷ് ഇങ്ങനെ സാവധാനം ഇടാം കേട്ടോ. എനിക്ക് ആനുവൽ എക്സാം ക്രിസ്മസ് എക്സാമിനൊക്കെ ഫുൾ മാർക്ക് കിട്ടുന്ന രൂപത്തിലായിരിക്കും നമ്മളെ ക്ലാസ്സിന് അങ്ങോട്ട് ഉണ്ടാവുക. ഇതെന്തായാലും ജസ്റ്റ് ആൻസർ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വന്നതല്ലേ, അതുകൊണ്ട് മാഷ് ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ല. ഇനി അടുത്തത് 3 കിലോഗ്രാം പഞ്ചസാര ഒരേപോലെയുള്ള 5 പാക്കറ്റുകളായി നിറച്ചു. ഒരു പാക്കറ്റിൽ എത്ര കിലോഗ്രാം പഞ്ചസാര ഉണ്ട് നമ്മൾ കണ്ടത്. എന്താ പറഞ്ഞത്? 3 കിലോഗ്രാമിന് എന്ത് ചെയ്തു? ഒരേപോലുള്ള 5 പാക്കറ്റിലായിട്ട് വീതിച്ചു. അപ്പൊ 5 പാക്കറ്റിലായിട്ട് വീതിക്കുക ചെയ്തത്. അപ്പൊ അതിനെ എങ്ങനെ പറയാം? നമുക്ക് 3/5 എന്ന് പറയാം. 3 കിലോഗ്രാമിന് എന്ത് ചെയ്തു? 5 ആയിട്ട് വീതിച്ചു. അപ്പൊ ഓരോ പാക്കറ്റിലും എത്രയായിരിക്കും? 3/5 കിലോഗ്രാം ആയിരിക്കും എന്ന് പറയാം. അങ്ങനെയായിട്ട് ഇനി ആൻസർ കാണാം. ഇനി അടുത്തത്, നീനു അതിൽ നിന്ന് 3 പാക്കറ്റ് പഞ്ചസാര എടുത്തു. 3 പാക്കറ്റിലും കൂടി എത്ര കിലോഗ്രാം പഞ്ചസാര ഉണ്ടെന്ന് കാണണം. ഒരു പാക്കറ്റിൽ 3/5 കിലോഗ്രാം പഞ്ചസാര നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 പാക്കറ്റിൽ എത്ര കിലോഗ്രാം പഞ്ചസാര ഉണ്ടാവും? 3 പ്രാവശ്യം 3/5 കൂട്ടിയാൽ മതി. 3/5 കൂട്ടണം, 3/5 കൂട്ടണം, 3/5. ഇതൊക്കെ മാഷണൽ രാത്രി പറഞ്ഞതാ. താഴെ സെയിം ആയി കഴിഞ്ഞാല് ഫ്രാക്ഷൻസുകൾ തമ്മിൽ കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? മുകളിലുള്ള മാത്രം കൂട്ടുക, താഴെ അതേപോലെ ഇട്ട് കൊടുക്കുക. ഇവിടെ 3 കൂട്ടിയാൽ 6, 6 3 കൂട്ടിയാൽ 9. താഴെ എന്താ? 5 ആണ്. എല്ലാത്തിനും താഴെ 5 ആണ്. അപ്പൊ ഉത്തരത്തിന് താഴെ 5 ആയിരിക്കും. 9/5 കിലോഗ്രാം ആണ് 3 പാക്കറ്റ് പഞ്ചസാരയിലും കൂടെ ഉണ്ടാവുക. അങ്ങനെ അടുത്തത്, നീനു എടുത്ത പഞ്ചസാര 2 തുല്യ ഭാഗങ്ങളാക്കി ഒരു ഭാഗം അനുവിന് കൊടുത്തു. അനുവിന് എത്ര കിലോഗ്രാം പഞ്ചസാര കിട്ടുന്ന ചോദ്യം. നീനു എത്ര കിലോഗ്രാം പഞ്ചസാര എടുത്തത്? 9/5 കിലോഗ്രാം പഞ്ചസാരയാണ്. കാരണം എന്താ? നീനു 3 പാക്കറ്റ് പഞ്ചസാര എടുത്തത്. അങ്ങനെ നീനു എടുത്ത 3 പാക്കറ്റ് പഞ്ചസാര, അതായത് 9/5 കിലോഗ്രാം പഞ്ചസാര എന്താക്കി? 2 തുല്യ ഭാഗങ്ങളാക്കി. എന്നിട്ട് അതിൽ ഒരു ഭാഗം അനുവിന് കൊടുത്തു എന്നാ പറഞ്ഞത്. അപ്പൊ ഒരേ വലുപ്പമുള്ള 2 ഭാഗങ്ങളാക്കിയിട്ട് അതിൽ ഒരു ഭാഗം അനുവിന് കൊടുത്തു. അതായത് 9/5 1/2 ഭാഗം അനുവിന് കൊടുത്തു. അപ്പൊ അനുവിന് എത്ര കിട്ടിയെന്നാണ് നമ്മൾ ചോദിച്ചത് അല്ലെ. 9/5 1/2 ഭാഗം എത്രയാണ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? മാഷ് നേരം പറഞ്ഞതാ 1/2 ഓഫ് 9/5 കാണാൻ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. എത്ര കിട്ടും? 2 ഫ്രാക്ഷൻസുകൾ എങ്ങനെ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക? അത് നമ്മൾ തന്നെ പഠിച്ചതാ. മുകളിലും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക, താഴിലും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക. 9 × 1 9, 5 × 2 10. 9/10 ആണ് ഇതിന്റെ ഉത്തരം. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നിന് തുല്യമല്ലാത്തത് ഏത്? ഒരു ഫ്രാക്ഷന്റെ ഉത്തരം എപ്പോഴാ 1 ആവുക? ആ ഫ്രാക്ഷന്റെ മുകളിലും തായും ഒരേ നമ്പർ വരുമ്പോ, അതായത് ഒരു സാധനത്തിന് 4 കഷ്ണങ്ങളാക്കി അതിൽ 4 കഷ്ണം നമ്മൾ എടുത്താൽ എന്താ? അത് മുഴുവൻ എടുത്തു നമുക്ക് പറയാം. അതേപോലെ ഇവിടെ നോക്കിക്കേ, എന്താണ് ആദ്യത്തേത്? 4 × 1/4. അതിന് ഉത്തരം 1 ആണോ? 4 × 1/4. ഇതിന് ഉത്തരം എത്രയാണ്? എങ്ങനെ ഒരു സാധാരണ നമ്പർ ഫ്രാക്ഷൻ മൾട്ടിപ്പിൾ ചെയ്യുക? അത് നമ്മൾ ഇന്നലെ പഠിച്ചതാ. ആ നമ്പറിനെ ഫ്രാക്ഷന്റെ മുകളിലായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക, താഴെ അതുപോലെ ഇട്ട് കൊടുക്കുക. 4 × 1 എത്രേ? 4. താഴെ ഒരു /4 ഉണ്ട്, അത് അതേപോലെ ഇട്ട് കൊടുക്കുക. എന്താ കിട്ടി? 4/4 എന്ന് കിട്ടി. അപ്പൊ ഫ്രാക്ഷന്റെ മുകളിലും താഴെ സെയിം ആയാൽ 4 കഷ്ണത്തിൽ 4 കഷ്ണം എടുത്തു എന്ന് വെച്ചാൽ എന്താ? അത് മുഴുവൻ എടുത്തു എന്നർത്ഥം. അതായത് 1 മുഴുവൻ എടുത്തു എന്നർത്ഥം. അതെന്താണ്? അപ്പൊ അതിനർത്ഥം 1 ആണ് അർത്ഥം. അങ്ങനെ 3/4 × 4/3. അതിന് ഉത്തരം 1 ആണോ? എന്താണ്? 3/4 × 4/3. ഇതിന്റെ ആൻസർ എന്താണ്? 3 × 4 എന്താണ്? 12 ആണ്. അതുപോലെ 4 × 3 എന്താണ്? അതിന് 12 ആണ്. ദേ അതിന്റെ മുകളിലും തായും ഒരേ നമ്പർ വന്നത്. അപ്പൊ അതിന് ഉത്തരം 1 ആണ്. ഇനി എന്താ? 1/10 × 5. ഇതിന് ആൻസർ എന്താ വരിക? എന്താണ്? 1/10 × 5. 1/10 × 5. ആൻസർ എന്താ വരിക? നേരത്തെ ഇത് അതേപോലെ ഇവിടെ മൾട്ടിപ്പിൾ ചെയ്ത് അതേപോലെ മൾട്ടിപ്പിൾ ചെയ്യുക. മുകളിലുള്ളതും ആ നമ്പർ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുക, താഴെയുള്ളത് അതേപോലെ ഇട്ട് കൊടുക്കുക. 1 × 5 എന്താണ്? 5. താഴെ ഒരു /10 ഉണ്ട്, അത് അതുപോലെ ഇട്ട് കൊടുത്തു. ഇതിന് ആൻസർ എന്താ വരിക? 1 ആണോ? അല്ല, 5/10 ആണ് വന്നത്. ഇവിടെ ബൈയുടെ മുകളിൽ 5 ആണ്, താഴെ 10 ആണ്. ബൈയുടെ മുകളിലും താഴെ 10 ആണെങ്കിൽ 1 ആയേനെ. പക്ഷെ മുകളിൽ 5 ആ വന്നത്. അപ്പൊ ഇതെന്താ? അതിന്റെ ആൻസർ 1 അല്ല. അപ്പൊ ഇതാണ് 1 ഉത്തരം അല്ലാത്തത്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ കേട്ടോ. പിന്നെ അതുപോലെ അടുത്തത് ഇവിടെ എന്താ? ഒരു സർക്കിളിനെ മാഷ് ഇതേ ചോദ്യം കഴിഞ്ഞ ദിവസം ചെയ്തതാണ്.
അപ്പോൾ നമ്മൾ ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ് ഫുള്ള് വന്നത് അല്ലേ. ഒരു സർക്കിളിനെ കുറേ കഷ്ണങ്ങളാക്കി. എത്ര കഷ്ണങ്ങളാക്കി? 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ 12 കഷ്ണങ്ങളാക്കി. അതിലെന്താണ് 2 കഷ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12 കഷ്ണത്തിൽ എത്ര കഷ്ണം ഷെയ്ഡ് ചെയ്തത്? 2 കഷ്ണം. അപ്പോൾ അതിന്റെ ഫ്രാക്ഷൻ 2/12 ആണ്. നമ്മൾ ഇന്നലെ ഇന്ന് പഠിച്ചത് എങ്ങനെ എഴുതാന്നുള്ളത് പഠിച്ചാലേ. ഷെയ്ഡ് ചെയ്ത വൃത്തഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഫ്രാക്ഷൻ എഴുതാൻ വേണ്ടി പറഞ്ഞു, അത് നമ്മൾ എഴുതി. എന്താ ഷെയ്ഡ് ചെയ്ത വൃത്തഭാഗത്തിന്റെ കോണളവ് എത്ര? ഈ ഫ്രാക്ഷൻ എത്ര ആംഗിൾ ആണെന്ന് കാണാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു. അത് നമ്മൾ ഇന്നലെ കാണാൻ വേണ്ടി പഠിച്ചത്. എന്ത് ചെയ്താൽ മതി? അതിനെ 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2/12 2/12 എത്ര ഫ്രാക്ഷനാണ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 2/12നെ 360 കൊണ്ട് 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 360 × 2 720 720/12 എന്ന് കിട്ടും. എത്രയാണ് ആൻസർ വരിക? 60 എന്ന് വരുമായിരിക്കും അല്ലേ? 60 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതെന്താണ്? 60 ഡിഗ്രി ആണ്. അപ്പൊ 60 ഡിഗ്രി അങ്ങനെ 2 കഷ്ണം 60 ഡിഗ്രി 2 കഷ്ണം 60 ഡിഗ്രി അങ്ങനെ വീതിച്ചാൽ എന്താ? ഇത് മുഴുവനായി. പിന്നെ വേറെ രൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് നോക്കി, നമ്മൾ ക്ലോക്കിനെ പോലെ ഉള്ളത്, ക്ലോക്കിലും ഇതുപോലെ 12 ഭാഗങ്ങളാണുള്ളത്. മാഷ് പറഞ്ഞു ക്ലോക്കിലുള്ള ഒരു ഭാഗം എന്ന് വെച്ചാൽ എന്താ? 30 ഡിഗ്രി ആണ്. അപ്പൊ അങ്ങനെയുള്ള 2 ഭാഗങ്ങൾ എവിടെ ഉള്ളത്? അപ്പൊ 60 ഡിഗ്രി അങ്ങനെ നമുക്ക് കാണാം. പിന്നെ അതുപോലെ അടുത്ത ചോദ്യം, 4 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ച് അതിന്റെ 3/10 ഭാഗം ഷെയ്ഡ് ചെയ്യുക. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള അതേ ചോദ്യമാണ്. അപ്പൊ 4 സെന്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുക, ഒരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് എന്താ പറഞ്ഞത്? അതിന്റെ 3/10 ഭാഗം ഷെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ആ സർക്കിളിന് ഒരേ വലുപ്പമുള്ള 10 കഷ്ണങ്ങളാക്കുക. ഒരേ വലുപ്പമുള്ള 10 കഷ്ണങ്ങൾ എങ്ങനെ ആക്കുക? 360/10 നോക്കിയാൽ മതി, 36 കിട്ടും. അപ്പോൾ ഓരോന്ന് 36 വീതാക്കിയാൽ 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 10 കഷ്ണങ്ങളാക്കാൻ വേണ്ടി കഴിയും. 36 ഡിഗ്രി 36 ഡിഗ്രി 36 ഡിഗ്രി വീതം വെച്ചാൽ ഒരേ വലുപ്പമുള്ള 10 കഷ്ണങ്ങളാവും. ഇങ്ങനെ അതിന് 3 കഷ്ണം ഷെയ്ഡ് ചെയ്യുക. അതാണ് 3/10 അർത്ഥം. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള അതേ ചോദ്യമാണ്. പിന്നെ അതുപോലെ ക്ലോക്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് 120 ഡിഗ്രി സൂചിപ്പിക്കുന്ന സമയം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്ന ചോദ്യം. ഇത് ക്ലോക്കിനെ പോലെ ഉണ്ടെന്ന് മാഷ് പറഞ്ഞു. അപ്പൊ ഇതിൽ നമുക്ക് നമ്പർ ചെയ്താ, ഇവിടെ 12, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6, ഇവിടെ 7, ഇവിടെ 8 അങ്ങനെ പോകൂലേ. നമ്മളോട് എന്താ പറഞ്ഞത്? ഇതിൽ 120 ഡിഗ്രി ആവുക. ഇതിൽ ഏത് സമയത്താന്നാ? ഇതെല്ലാം മണി 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 എന്നാ പറഞ്ഞത്. ഇത്ര ഓ ക്ലോക്ക് എന്നാ പറയുന്നത്. മാഷ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇത്ര ഓ ക്ലോക്ക് ഇത്ര മണി എന്ന് പറയുമ്പോൾ നമ്മൾ മിനിറ്റ് സൂചി എപ്പോഴും 12-ലായിരിക്കും. അപ്പൊ മിനിറ്റ് സൂചി 12-ല്. അപ്പോൾ മിനിറ്റ് സൂചി 12-ലാണെങ്കിൽ നമ്മൾ മണിക്കൂർ സൂചി കൃത്യം ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിലായിരിക്കും. ഇതിൽ ഏത് നമ്പറിൽ വന്നാലാണ് 120 ഡിഗ്രി ആവാൻ നമ്മൾ കാണേണ്ടത്. മാഷ് പറഞ്ഞു ഒരു കഷ്ണം എന്ന് വെച്ചാൽ 30 ഡിഗ്രി ആണ്. അപ്പൊ 30 ഡിഗ്രി 30 + 30 60 ഡിഗ്രി ആയി. അപ്പൊ ഇവിടെ 2-ലല്ല ഉണ്ടാവുക മണിക്കൂർ സൂചി. ഒരു 30 കൂടി കൂട്ടിയാൽ 90 ഡിഗ്രി ആയി. 90 അല്ല 120 ഡിഗ്രി ആവേണ്ടത്. അപ്പൊ 3-ലല്ല. പിന്നെ ഒരു 30 കൂടി കൂട്ടിയാൽ 90ക്ക് 30 കൂട്ടിയാൽ 120 ഡിഗ്രി ആയി. അപ്പൊ 4-ലായാലാണ് മണിക്കൂർ സൂചി 4, മിനിറ്റ് സൂചി 12-ലായാണ്. അതായത് 4 മണി ആയാലാണ് 120 ഡിഗ്രി ആവുക. ഇതൊക്കെ മാഷ് പെട്ടെന്ന് പറയാം കേട്ടോ. ജസ്റ്റ് എനിക്ക് ആൻസർ മാത്രം പറഞ്ഞിരുന്നുള്ളൂ. അതിൻ്റെ മാഷ് ചെറുതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഇത് മനസ്സിലായിക്കോണമെന്നില്ല. അപ്പൊ ക്ലാസ്സുകൾ കണ്ടിട്ട് നമ്മൾ ഈ ആൻസർക്ക് ഡിസ്കഷൻ കാണാം കേട്ടോ. ഇനി പ്രവർത്തനം 5, വായനാ മാസാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് 6A ക്ലാസ്സിലെ 35 കുട്ടികൾ പുസ്തകങ്ങൾ കൊടുത്തു. ഒരു കുട്ടിയുടെ ശരാശരി 9 പുസ്തകങ്ങളാണ് കൊടുത്തത്. ഇത് ക്ലിയർ ഇല്ല, കാരണം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തത്. അപ്പൊ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക കേട്ടോ. 6Aയിലെ കുട്ടികൾ കൊടുത്ത ആകെ പുസ്തകങ്ങളുടെ എണ്ണം എത്ര നമ്മൾ കാണേണ്ടത്. ഒരു കുട്ടി ഏകദേശം 35 പുസ്തകങ്ങൾ കൊടുത്തു എന്നാ പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം എന്താ? ചിലപ്പോൾ 35-നേക്കാൾ കൂടുതൽ കൊടുത്തവരുണ്ടാവാം. പക്ഷെ കൂടുതൽ കൊടുത്ത ആൾക്കാരെന്ന് 35-നേക്കാൾ കുറവ് കൊടുത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ കൂടുതൽ കൊടുത്ത ആൾക്കാരെന്ന് എന്താ 35 ആക്കുന്ന രൂപത്തിൽ ഇപ്പോൾ 37 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 35-നേക്കാൾ കൂടുതലാ. അപ്പൊ വേറൊരാൾ എന്തായിട്ടുണ്ടാവും? 33 കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ 37 കൊടുത്ത ആളെന്ന് 2 എടുത്തിട്ട് 33 കൊടുത്ത ആളെ കൊടുത്താൽ എന്താ? ഏകദേശം എല്ലാവരും 35 ആയി. അപ്പൊ എല്ലാവരും ഏകദേശം നോക്കുമ്പോ എന്താ? 35 ആണ്. അപ്പൊ എല്ലാവരും ഏകദേശം 35 പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര ആൾക്കാരുണ്ട്? എല്ലാവരും ഏകദേശം ഒരു കുട്ടി ശരി എല്ലാവരും ഏകദേശം 9 പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുസ്തകങ്ങളുടെ എണ്ണം 9 ആട്ടോ. അങ്ങനെ 35 കുട്ടികളാണുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആകെ എത്ര പുസ്തകങ്ങളാണ് കുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ടാവുക? എല്ലാവരും ഏകദേശം 9 പുസ്തകങ്ങൾ. അങ്ങനെ 35 കുട്ടികളുണ്ട്. അപ്പൊ ആകെ എത്ര പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 35 പ്രാവശ്യം 9-നെ കൂട്ടിയാൽ മതി. അതെങ്ങനെ പെട്ടെന്ന് ചെയ്യാം? 35 × 9 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ? മൾട്ടിപ്പിൾ ചെയ്യാൻ എല്ലാവർക്കും അറിയുന്ന
9 5 എത്രയും 45, 5 അവിടെ ഇട്ട് 4 ഇവിടെ എഴുതി. 9 3 എത്രയും 27, 4 ഇവിടെ കൊടുത്താൽ 315 എന്ന് കിട്ടും അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 315. അപ്പൊ കുട്ടികൾ കൊടുത്ത പുസ്തകങ്ങൾ എന്നാണ് ആദ്യം ചോദിച്ചത്? 315. ഇനി അടുത്തത് 6Bയിലെ 32 കുട്ടികൾ ആകെ 192 പുസ്തകങ്ങൾ കൊടുത്തു. ഒരു കുട്ടി ശരാശരി എത്ര പുസ്തകങ്ങൾ കൊടുത്തുന്ന ചോദ്യം. എന്താണ്? 6B ക്ലാസ്സിൽ എന്താ 32 കുട്ടികളുണ്ട്. ഓരോരുത്തരും എത്ര പുസ്തകങ്ങൾ ഏകദേശം കൊടുത്തു നമ്മൾ പറഞ്ഞിട്ടില്ല. ഓരെല്ലാരും കൂടെ എത്ര പുസ്തകങ്ങളാ കൊടുത്തേ നമ്മളോട് പറഞ്ഞത്. ഇവരെല്ലാരും കൂടെ എന്താണ് 192 പുസ്തകങ്ങൾ കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി ഏകദേശം എത്ര പുസ്തകങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ കാണേണ്ടത്. അതായത് 192 പുസ്തകങ്ങൾ എന്താ ഈ 32 ആൾക്കാർ തന്നതാ. അപ്പൊ 192നെ 32 ഒരേ വലുപ്പമുള്ള കഷ്ണമാക്കിയാൽ എല്ലാവരും ഒരേ വലുപ്പമാണ്. എല്ലാവരും ഒരേ എണ്ണം തന്നാൽ എത്രയായിരിക്കും കാണേണ്ടത് നമ്മൾ. അതാണ് അതിന്റെ ശരാശരി. അപ്പൊ 192 32 കുട്ടികൾ കൊണ്ടുവന്നതാണ്. അപ്പൊ 192 ഡിവൈഡ് ബൈ 32 ചെയ്താൽ മതി. ആൻസർ എത്ര നമുക്ക് കിട്ടും? 6 എന്ന് കിട്ടും. 6 പുസ്തകങ്ങളാണ് ഏകദേശം ഓരോ കുട്ടിയും കൊണ്ടുവന്നത്. അപ്പോൾ 32 കുട്ടികൾ 6 എണ്ണം വീതം കൊണ്ടുവന്നാലാണ് 32 × 6 192 ആവുക. ഒരു കുട്ടി ഏകദേശം 6 പുസ്തകങ്ങൾ കൊണ്ടുവന്നു. ഇതിന്റെ ആൻസർ 6 ആട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 315. ഇതിന്റെ ആൻസർ 6. ഇനി അടുത്ത എന്താ? 9 മുതൽ തുടർച്ചയായ 11 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ഇതും മാഷ് ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു പാറ്റേൺ തന്നാൽ അതിന്റെ ശരാശരി കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നടുവിൽ ഏതാ ഉള്ളത് നോക്കിയാൽ മതി. ഇതെന്താണ്? 9 10 11 12 13 14 അങ്ങനെ 10 നമ്പേഴ്സ്. 14 കഴിഞ്ഞാൽ എന്താ? 15 6 17 18 19 ഫുള്ളായോ? 11 നമ്പേഴ്സ് ആയി. എപ്പോൾ എത്രണ്ണായി? 1 2 3 4 5 6 7 8 9 10 11 നമ്പേഴ്സ് ആയി. 11 നമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ അതിന് ശരാശരി ഇതിന്റെ ഏവറേജ് നമ്മൾ കാണേണ്ടത്. ഇങ്ങനെ ഒരു പേറ്റന്റെ ഏവറേജ് കാണേണ്ട എന്ത് ചെയ്താൽ മതി? നടുവിൽ ഏത് നമ്പറാണ് നോക്കിയാൽ മതി. ഇതിന് നടുവിൽ ഏത് നമ്പറാണുള്ളത്? 14 ആണ് അല്ലെ. ഇങ്ങോട്ട് 1 2 3 4 5 നമ്പർ, ഇങ്ങോട്ട് 1 2 3 4 5 നമ്പർ. അപ്പൊ നടുവിൽ 14 ആണുള്ളത്. അപ്പൊ ഇതിന്റെ ഏവറേജ് എന്താ? 14 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. അടുത്തെന്താ? ഒരു ചതുരവും സമചതുരവും ചേർത്ത് വെച്ചാൽ വലിയ ഒരു ചതുരവും ഒരു സമചതുരവും ഒരു റെക്റ്റാങ്കിളും ഒരു സ്ക്വയർ ഇങ്ങനെ അടുപ്പിച്ചു വെച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു വലിയ റെക്റ്റാങ്കിൾ കിട്ടി, ഒരു വലിയ ചതുരം കിട്ടി. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ ചോദിച്ചത്. ഈ വലിയ ചതുരത്തിന്റെ നീളം എത്ര മീറ്റർ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കേ, ഒരു ചതുരം തന്നിട്ടുണ്ട്, സമചതുരം തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് എന്ത്? ഈ വലിയ റെക്റ്റാങ്കിളിന്റെ ഈ നീളം. അപ്പൊ ഇത് 1.5, ഇത് 3/4, ഇത് 1/2, ഇത് 3/4 അങ്ങനെ പറഞ്ഞിട്ട് നമ്മളോട്. അപ്പൊ ഇതിന് ആകെ നീളം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 1/2ഉം 3/4ഉം കൂട്ടിയാൽ മതി അല്ലേ. 1/2ഉം 3/4ഉം കൂട്ടിയാൽ മതി. കൂട്ടി നോക്കിയാലോ? 2 രൂപത്തിൽ കൂട്ടാനുള്ള കാര്യം മാഷ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആദ്യം മിക്സ്ഡ് ഫ്രാക്ഷൻ നമുക്ക് ഫ്രാക്ഷൻ ആക്കിയാൽ എന്ത് കിട്ടും? 1/2 എന്നുള്ളത് 3/2 എന്ന് കിട്ടും അല്ലെ. പിന്നെ അതുപോലെ ഇത് ഈ 3/2ന്റെ ബൈയുടെ താഴെ 2 ആണ്, ഇവിടെ ബൈയുടെ താഴെ 4 ആണ്. ബൈയുടെ താഴെ സെയിം ആയാലാണ് 2 ഫ്രാക്ഷൻസ് കൂട്ടാൻ വേണ്ടി കഴിയുക. അത് നമ്മൾ ഇന്നലെ പഠിച്ചതാ. അപ്പൊ ബൈയുടെ താഴെ സെയിം ആക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ഈ 2നെ 4 ആക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ 2നെ എന്തെങ്കിലും കൊണ്ട് ഡിവൈഡ് ചെയ്ത് 4 ആവില്ല. പക്ഷെ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ആവും. അപ്പൊ താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3/2നെ താഴെ 4 ആക്കുന്ന രൂപത്തിലാക്കിയാൽ എന്താവുക? 3 × 2 6, താഴെ 2 × 2 4 ആവും. എന്താവുക? 6/4 ആവും. ഇപ്പൊ താഴെ സെയിം ആയി കഴിഞ്ഞാൽ 2 ഫ്രാക്ഷൻസ് കൂട്ടാൻ വേണ്ടി നമുക്കറിയാം എന്ത് ചെയ്താൽ മതി? മുകളിലും കൂട്ടാം, 6 3 കൂട്ടിയാൽ 9. താഴെ സെയിം ആണല്ലോ, അത് അതേപോലെ ഇട്ട് കൊടുക്കുക. എന്താണ്? 9/4 എന്ന് കിട്ടും. അപ്പൊ 9/4 മീറ്റർ ആണ് ഇതിന്റെ നീളം. അപ്പോൾ ഇത് വേറെ രൂപത്തിലും ചെയ്തോലുണ്ടാവും. 6.25 കൂട്ടിയാൽ എന്താ? 1/4, 1/4 1 കൂട്ടിയാൽ 2/4. 9/4 നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം, 2 1/4 എന്നും കൂടെ എഴുതാൻ വേണ്ടി കഴിയും. അപ്പോൾ 2 1/4 എന്ന് എഴുതിയാലും 9/4 എന്ന് എഴുതിയാലും ശരി കേട്ടോ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? 9/4. ഇനി സമചതുരത്തിന്റെ ചുറ്റളവ് എത്ര? ഇവിടെ ഒരു സമചതുരം തന്നിട്ടുണ്ട്, ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ഇതിന്റെ ചുറ്റളവ് എത്ര നമ്മൾ കാണണം. സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? ഒരു സൈഡ് എത്രയാണോ അതേ നീളം തന്നെ ആയിരിക്കും ബാക്കിയുള്ള ഒക്കെ. ഈ സൈഡ് 3/4 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ബാക്കിയുള്ള എല്ലാ സൈഡുകളും ഇതും 3/4 ആണെങ്കിൽ ഇതും 3/4, ഇതും 3/4, ഇതും 3/4. അതാണ് സമചതുരം സ്ക്വയറിന്റെ പ്രത്യേകത. അപ്പൊ ഇതിന്റെ ചുറ്റളവ് നമ്മൾ കാണേണ്ടത്. ചുറ്റളവ് എങ്ങനെ കാണുക? എല്ലാ സൈഡിന്റെ നീളങ്ങളും തമ്മിൽ കൂട്ടിയാൽ മതി.
അല്ലേ? അപ്പോൾ ഒരു സൈഡ് 3/4 ആണെങ്കിൽ എല്ലാ സൈഡും എന്താ 3/4 കൂട്ടണം 3/4 കൂട്ടണം 3/4 കൂട്ടണം 3/4 അങ്ങനെ 4 പ്രാവശ്യം 3/4 കൂട്ടുക. അല്ലെങ്കിൽ നമുക്ക് വേറെ രൂപത്തിൽ എങ്ങനെ പറയാം? 4 × 3/4 3/4 എന്ന് പറയാം. മൾട്ടിപ്പിൾ ചെയ്താൽ എന്താ കിട്ടുക? 4 × 3 12 എന്ന് കിട്ടും ബൈ 4 താഴെ 4 ഇട്ട് കൊടുക്കുക. 12/4 എന്താ? നമുക്ക് 3 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ചുറ്റളവ് എത്രയാണ്? 3 ആണ്. 3 ആണ് ഇതിന്റെ ചുറ്റളവ്. 3 മീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവ്. അപ്പൊ അതും കിട്ടി. അപ്പൊ ഇതിന്റെ 2 1/2 രണ്ടാമത്തെ ആൻസർ 3. മൂന്നാമത്തത് വലിയ ചതുരത്തിന്റെ പരപ്പളവ് എത്ര? ഇവിടെ വലിയൊരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്, വലിയൊരു ചതുരം തന്നിട്ടുണ്ട്. ഇതിന്റെ പരപ്പളവാണ് നമ്മൾ കാണേണ്ടത്. അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? പരപ്പളവ് എങ്ങനെ കാണുക? ഇതല്ലട്ടോ വലിയ ചതുരം, ഇതെല്ലാം കൂടി ചേർന്നാണ് വലിയ ചതുരം. ഇവിടെ വലിയ ചതുരം ഇതാണല്ലേ. വലിയ ചതുരം ഏതാണ് നമ്മൾ പറഞ്ഞത്? ഈ റെക്ടാങ്കിളും ഈ സ്ക്വയറും ചേർന്നിട്ടുള്ളതാണ് ഈ വലിയ ചതുരം. ഇതിന്റെ പരപ്പളവ് നമ്മൾ കാണണം. പരപ്പളവ് കാണാൻ വേണ്ടി എന്താ ചെയ്യുക? അതിന്റെ ഏരിയ കാണാൻ വേണ്ടി എന്താ ചെയ്യുക? ലെങ്ത് എടുത്ത് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതിന്റെ ലെങ്ത് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. എത്ര? 9/4 ആണ്. ലെങ്ത് 9/4 ആണ് അല്ലേ? ടോട്ടൽ ലെങ്ത് 9/4. ബ്രെഡ്ത്ത് എത്രയാണ്? 3/4 ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും നീളവും വീതിയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താലാണ് നമുക്ക് പരപ്പളവ് ഏരിയ കിട്ടുക. അപ്പൊ പരപ്പളവ് എന്തായിരിക്കും? എങ്ങനെ രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്പിൾ ചെയ്യുക? മുകളിൽ മൾട്ടിപ്പിൾ ചെയ്യും, താഴെ മൾട്ടിപ്പിൾ ചെയ്യും. 9 × 3 എത്രയാണ്? 27. 4 × 4 എന്താണ്? 16. ഇങ്ങനെ കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷന്റെ രൂപത്തിലാക്കിയിട്ട് വേറെ രൂപത്തിൽ ഇതെന്താ 111/16 എഴുതിയവരുണ്ടാവും. അതും ശരിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഇനി അടുത്ത രൂപത്തിലിട്ട് പോവാം. ഇങ്ങനെ 7 പ്രവർത്തനങ്ങൾ നമുക്കുള്ളത്. ഇത് നമ്മളോട് എന്താ ഏവറേജ് കാണാനാ പറഞ്ഞത്. കുറെ കുട്ടികൾ മഞ്ചാടി പെറുക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടിയും ഏകദേശം ശരാശരി എത്ര മഞ്ചാടി പെറുക്കിയ നമ്മൾ കാണേണ്ടത്. കാരണം എന്ത് ചെയ്താൽ മതി? ആദ്യം ഇതെല്ലാം കൂടെ കൂട്ടണം അല്ലേ? ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 240 എന്നിട്ട് കിട്ടും അല്ലെ? 240 കിട്ടും. പിന്നെ എത്ര കുട്ടികളുണ്ട്? 1 2 3 4 5 6 6 കുട്ടികളുണ്ട്. അപ്പോൾ ടോട്ടലിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് നമുക്ക് എന്ത് കിട്ടും? ഏവറേജ് ശരാശരി കിട്ടും അല്ലെ? ടോട്ടൽ 240 താഴെ 6 6 × 24 ശരി 240 ഡിവൈഡ് ബൈ 6 ചെയ്താൽ എത്ര കിട്ടുക? 6 24 ആണെങ്കിൽ 4. പിന്നെ അതുപോലെ 0 6 അപ്പൊ ഇവിടെ ഇറക്കിയത് 40 എന്ന് കിട്ടും അല്ലേ? കറക്റ്റ് അല്ലേ? 40 ആണ് ഇതിന്റെ ഏവറേജ് നമുക്ക് കിട്ടി. അപ്പൊ 40 ആണ് ഇതിന്റെ ഏവറേജ് എന്ന് കിട്ടി. മാഷ് പെട്ടെന്ന് ചെയ്താട്ടോ, നിങ്ങൾ ശരിയാണോ നോക്കണം. 40 ആട്ടോ. അപ്പോൾ ഒരു കുട്ടി ഏകദേശം 40 മഞ്ചാടി കൊണ്ടുവന്നു. ഇനി അടുത്തത് ഈ ഗ്രൂപ്പിൽ 2 കുട്ടികൾ പുതുതായിട്ട് വന്നു. ഇവിടെ എത്ര കുട്ടികളുണ്ട്? 6 കുട്ടികളുണ്ട് അല്ലേ? അതിലൂടെ 2 കുട്ടികൾ വന്നു. ഈ പുതുതായിട്ട് വന്ന 2 കുട്ടികൾ എന്താ 44 മഞ്ചാടി 44 മഞ്ചാടി വീതമാണ് കൊണ്ടുവന്നത്. അതായത് ഇതിലോട്ട് 2 കുട്ടികൾ പുതുതായിട്ട് വന്നു. അതിൽ ആദ്യം വന്ന കുട്ടി 44 മഞ്ചാടി കൊണ്ടുവന്നു. രണ്ടാമത് കൊണ്ടുവന്ന കുട്ടിയും 44 മഞ്ചാടി കൊണ്ടുവന്നു. അപ്പൊ ആകെ കുറെ മഞ്ചാടിയായി. അങ്ങനെയാണെങ്കിൽ പുതിയ ശരാശരി എത്ര നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത് കൂടുതൽ മഞ്ചാടിയായി. മഞ്ചാടിന്റെ ആവറേജ് കാണാൻ എന്താ ചെയ്യുക? എല്ലാം കൂടെ കൂട്ടുക, ആൾക്കാരെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിപ്പോ എല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുക? നേരത്തെ 240 ആയിരുന്നു അല്ലേ? അതിലോട്ടൊരു 88 കൂടെ വന്നു. 44 കൂട്ടിയാൽ 88. അപ്പൊ 240 88 കൂട്ടിയാൽ എത്ര വരും? ഇവിടെ 8, ഇവിടെ 2, ഇവിടെ 1, 328 എന്ന് വരും അല്ലേ? അപ്പൊ അതും കിട്ടി. അപ്പൊ 328 മഞ്ചാടിയായി ആകെ. അതും ആകെ എത്ര ആൾക്കാരായി? ശരാശരി കാണേണ്ട എന്താ? ആകെ ഉള്ളതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7 8 ആൾക്കാരായി. പുതുതായിട്ട് 2 ആൾക്കാരും കൂടെ വന്നു. അപ്പൊ 8 ആൾക്കാരായി. 328 ഡിവൈഡ് ബൈ 8 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 41 എന്ന് കിട്ടും. അപ്പൊ ഏവറേജ് മാറി. ഏവറേജ് ഇപ്പൊ എത്രയായി? 41 41 ആയി. ഇനി അടുത്തത് 8 പേരെയും പരിഗണിച്ചാൽ ഒരാളുടെ ശരാശരി 50 തികയ്ക്കാൻ എത്ര മഞ്ചാടി വേണം? അങ്ങനെയാണെങ്കിൽ 8 ആൾക്കാർ തന്നെ ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ 8 ആളെ കയ്യിലും 50 മഞ്ചാടി വീതം തികയ്ക്കാൻ വേണ്ടിയിട്ട് ആകെ എത്ര മഞ്ചാടി വേണം നമ്മുടെ ചോദ്യം. അതായത് 8 ആൾക്കാരുടെ കയ്യിലും ഏകദേശം 50 മഞ്ചാടി ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര മഞ്ചാടി വേണം? 8 × 50 ചെയ്താൽ മതി. 8 പ്രാവശ്യം 50 കൂട്ടിയാൽ എത്ര? 8 ആൾക്കാരുടെ കയ്യിലും 50 ഉണ്ടെന്ന് വിചാരിക്കാം.
അപ്പൊ ആകെ എത്ര മഞ്ചാടി വേണം? 8 പ്രാവശ്യം 50 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 8 × 50 400 എന്ന് കിട്ടും. ആകെ 400 മഞ്ചാടി ഉണ്ടായാലാണ് 8 ആൾക്കാരുടെ കയ്യിലും എന്താവുക? 50 മഞ്ചാടി വീതാവുക. പക്ഷെ ആകെ 400 മഞ്ചാടി ഇല്ല. നമ്മൾ ചോദിച്ചെന്താ? എത്ര മഞ്ചാടി കൂടി വേണം? ഇനി എത്ര മഞ്ചാടി കൂടി വേണം എന്നാ ചോദിച്ചത്. ഇപ്പൊ ആകെ എത്ര മഞ്ചാടി ഉണ്ട്? 328 മഞ്ചാടി ഉണ്ട്. ഈ 328 മഞ്ചാടിയിലോട്ട് എത്ര കൂടി വന്നാലാണ് 400 മഞ്ചാടി ആവാന്ന് നമ്മൾ കണ്ടെത്തേണ്ടത്. കണ്ടോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ചോദ്യങ്ങൾ തെറ്റിക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ കൂടിയെന്ന് കൂടെ ഉണ്ട്. അതായത് ഇപ്പൊ 328 മഞ്ചാടി 8 ആൾക്കാരുടെ കയ്യിലുണ്ട് നമ്മൾ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ 8 ആൾക്കാരുടെ കയ്യിലും 50 മഞ്ചാടി, അതായത് 400 മഞ്ചാടി ആവാൻ എത്ര മഞ്ചാടി കൂടെ വേണമെന്നാണ് ചോദിച്ചത്. 8 ആൾക്കാരുടെ കയ്യിലും 50 വീതമാകുമ്പോൾ 400 മഞ്ചാടി വേണം. അപ്പൊ 400ന്ന് 328 കുറച്ചാൽ മതി. എത്ര കിട്ടും? 4ന്ന് 1 ഇങ്ങോട്ട് എടുത്താൽ ഇവിടെ എന്തായി? 10 അല്ലെ? 10ന്ന് 1 ഇങ്ങോട്ട് എടുത്താൽ ഇവിടെ എന്തായി? ഇവിടെ 10 ഇവിടെ 9. 400ന്ന് 328 കുറച്ചാൽ എന്താ? 10 കുറച്ചാൽ 2, 9 2 കുറച്ചാൽ 7, ഇവിടെ ഒന്നുമില്ല 0. ഇത്രയും 72 എന്ന് കിട്ടും. അപ്പൊ കുറയ്ക്കാനും എല്ലാവർക്കും അറിയുന്ന, ശരിക്കും ഇങ്ങനെ കുറച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഉത്തരം ഇതുപോലെ ഉണ്ടായിരിക്കില്ലേ. അപ്പൊ എത്ര വേണം? 72 മഞ്ചാടി കൂടി വേണം. അതാണ് അതിന്റെ ഉത്തരം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു പ്രവർത്തനം കൂടെ ഉണ്ട്, ഏറ്റവും ലാസ്റ്റത്തെ പ്രവർത്തനം. എന്താണ്? വീടുകളിൽ വിതരണത്തിനായി മേരി 5 കുപ്പികളിലായി പാൽ നിറച്ചു വെച്ചു. കുപ്പികളിൽ പാലിന്റെ ആകെ അളവ് എത്ര നമ്മൾ ചോദ്യം. അതായത് ഇതാകെ എത്ര ലിറ്റർ പാലുണ്ട് നമ്മൾ കണ്ടെത്തണം. സിമ്പിളായിട്ട് കണ്ടെത്തുള്ള ഭായി മാഷി പറഞ്ഞിട്ടെ. ഇവിടെ നോക്കേ, ഇവിടെ 1.5 ലിറ്റർ പാലുണ്ട്. അതായത് 1 ലിറ്ററും അതിന് കൂടെ ഒരു 1/2 ലിറ്ററും, അതാണല്ലോ 1.5 ലിറ്റർ. ഇവിടെ നോക്കിക്കേ, വേറൊരു 1/2 ലിറ്ററും കൂടെ ഉണ്ട്. അപ്പൊ 1.5 ലിറ്ററിന് കൂടെ ഈ 1/2 ലിറ്ററും കൂടെ വന്നാൽ അരിയും എന്താ? 1 ആണ് അല്ലെ? അരന്റെ അർത്ഥം എന്താ? 1/2 അർത്ഥം ഒരേ വലിപ്പമുള്ള 2 കഷ്ണം, അതിൽ 1 കഷ്ണം. അതായത് ലിറ്ററിനെ 2 ഭാഗം, ഒരേ വലിപ്പമുള്ള 2 ഭാഗി അതിൽ 1 ലിറ്റർ, ഒരേ വലിപ്പമുള്ള 2 ഭാഗിയതിൽ 1, അതാണ് 1/2 ലിറ്റർ. അതായത് 1/2 ലിറ്ററും 1/2 ലിറ്ററും ചേർന്നാൽ എന്താ? 1 ലിറ്റർ ആണ്. ഈ 1 ലിറ്ററിന്റെ കൂടെ ഈ 1 ലിറ്ററും കൂടെ വന്നാൽ ഇവിടെ ആകെ ഈ 2 കുപ്പിയിലും കൂടെ ആകെ 2 ലിറ്റർ ആയി അല്ലേ? പിന്നെ അതുപോലെ 1/4, അതിന് കൂടെ 3/4 കൂടെ. ഈ 1/4 കൂടെ 3/4 വന്നാൽ എന്താ വരിക? കാലിന്റെ കൂടെ 3/4 വന്നാൽ എന്താ? 1 മുഴുവനായി അല്ലേ? അപ്പൊ ഒരു 1 ഉണ്ട്, പിന്നെ ഈ 1/4 3/4 ചേർന്നാല് അതും 1 ആണ്. അപ്പൊ 2 1, അതായത് ഈ 2 കുപ്പിയിലും കൂടെ 2 ലിറ്റർ പാലുണ്ട്. 1.5 വന്നാൽ 2, അതുപോലെ 1/4 3/4 വന്നാൽ 2. അപ്പൊ ഇതിലും 2 ലിറ്റർ പാലുണ്ട്. അപ്പൊ 2ഉം 2ഉം ചേർന്നാൽ എന്താ? ആകെ 4 ലിറ്റർ ആയി. ഈ നടുവിൽ എന്താ? വേറൊരു 1/3/4, ഒരു 1/3/4 ലിറ്റർ പാലും കൂടെ നടുവിലുണ്ട്. അപ്പം 4ന്റെ കൂടെ 1/3/4 കൂടി ചേർന്നാൽ എന്താ? 5/3/4 ആവും. 5/3/4 ആവും. അപ്പൊ അത്രയും ലിറ്റർ പാലാണ് ഈ എല്ലാ കുപ്പിയിലും കൂടെ ഉള്ളത്. ഇനി എന്താണ്? ഏറ്റവും കൂടുതൽ പാലുള്ള കുപ്പിയിലെയും ഏറ്റവും കുറവ് പാലുള്ള കുപ്പിയിലെയും അളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര നമ്മുടെ ചോദ്യം. ഏറ്റവും കൂടുതൽ പാലുള്ള കുപ്പി ഏതാണ്? ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിലാണ് പാലുള്ളത്. ഇതിൽ 1 ലിറ്റർ പാലുണ്ട്, പിന്നെ 3/4 ലിറ്റർ 3/4 ലിറ്റർ പാലുണ്ട്. പിന്നെ ഏറ്റവും കുറവ് പാല് ഇതിലുള്ളത് ഇതിലാണ്. ഇതിൽ 1/2 ലിറ്റർ പാലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണേണ്ടത്. എത്രയാണ് വ്യത്യാസം? 1/3/4 നമ്മൾ എന്ത് ചെയ്യണം? 1/2 കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കുക? ഇവിടെ നോക്കേ, 3/4 1/2 കുറച്ചാൽ മതി. എന്നിട്ട് ഈ 1 അതിന് കൂടെ ഇട്ട് കൊടുത്താൽ മതി. 3/4 അര പോലെ എന്താ? ബാക്കി കാലുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ 1/2 എന്ന് വെച്ചാൽ എന്താ? താഴെ സെയിം ആക്കണം, താഴെ 4 ആക്കണം. താഴെ 4 ആക്കുന്ന രൂപത്തിൽ നമുക്ക് എങ്ങനെ അതിന് മാറ്റാം? താഴെ 2 ഉള്ളത് 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ആവും. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കതിനെ 2/4 എന്നുള്ള രൂപത്തിലും എഴുതാൻ വേണ്ടി കഴിയും കേട്ടോ. മാഷ് പെട്ടെന്ന് പറയാണ്, സമയമില്ല അല്ലേ? അപ്പൊ 3/4 2/4 പോയാൽ എന്താ? 1/4 ആണ്. അതിൻ്റെ കൂടെ ഒരു 1ഉം കൂടെ ചെന്നാൽ എന്തായി? 1/4 ആയി. 1/4. അപ്പൊ 1/4 ആണ് എന്ത്? ഏറ്റവും കൂടുതൽ പാലുള്ള ഈ കുപ്പിയിലെയും ഏറ്റവും കുറവ് പാലുള്ള ആ കുപ്പിയിലെയും പാലുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? 1/4 ആണ്. അപ്പൊ അതും നമുക്ക് കിട്ടി. ഇതിനടുത്ത് എന്താ? ജവിക്ക് 2/3 ലിറ്റർ പാല് വേണം. താഴെ കൊടുത്തവയിൽ ഏത് തെറ്റ് കുപ്പി എടുത്താൽ 2/3/4 ലിറ്റർ ആവുന്ന ചോദ്യം. ഇവിടെ കുപ്പികളെ നമ്പറാ തന്നത്. 1ാമത്തെ കുപ്പിയും 2ാമത്തെ കുപ്പിയും 3ാമത്തെ കുപ്പി എടുത്താലാണോ 2/3/4 ലിറ്റർ ആവുക? അല്ലെങ്കിൽ 1ഉം 3ഉം 4 എടുത്താലാണോ 2/3 ലിറ്റർ ആവുക? അങ്ങനെ നമ്മൾ കാണണം. ഇവിടെ നോക്കിയേ, 1ാമത്തെ 2ാമത്തെ കുപ്പിയിൽ ആകെ 2 ലിറ്റർ പാലുണ്ട്, നമ്മൾ നേരത്തെ കണ്ടെത്തിയതാ.
അങ്ങനെയാണെങ്കിൽ ഇനി ഒരു 3/4 ലിറ്ററും കൂടെ പോരെ, ഒരു 3/4 കൂടെ പോരെ 2 3/4 ആവാൻ. ദേ 3/4 ഇതിലും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും കുപ്പി ആയാൽ തന്നെ 2 ലിറ്ററായി. അതിനും കൂടെ ഒരു 3/4 ഇവിടെയും ഉണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ കുപ്പിയും ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും കുപ്പിയും ചേർന്നാൽ മതി. അതെവിടെ? മൂന്നാമത്തെ അല്ലേ, നാലാമത്തെ കുപ്പിയും ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും കുപ്പിയും ചേർന്നാൽ മതി. അപ്പോൾ ഒന്നാമത്തെ കുപ്പിയും രണ്ടാമത്തെ കുപ്പിയും നാലാമത്തെ കുപ്പിയും ഇതാണ് അതിൻ്റെ ആൻസർ. സി ആട്ടോ അതിൻ്റെ ആൻസർ. മാഷ് പെട്ടെന്ന് ഒന്ന് ആൻസർ കീ ആയിട്ട് വന്നതാണ്, നിങ്ങൾക്ക് പഠിപ്പിച്ച് തരണമെന്ന് മാഷിനില്ലായിരുന്നു. എന്നാലും മാഷ് ചെറുതായിട്ട് കുറച്ച് ചെറിയ രൂപത്തിൽ മാഷ് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാതെ കാണുന്നവർക്ക് എന്താ ഒരൊറ്റ മാഷ് ആൻസർ മാത്രം പറഞ്ഞതുകൊണ്ട് അതെങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രൂപത്തിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ എജുബോട്ടിൻ്റെ ചാനലിലൊക്കെ എല്ലാവരും കിട്ടുന്ന രൂപത്തിൽ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മുടെ എജുബോട്ടിൻ്റെ ചാനൽ കാണാൻ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മാത്സിൽ A ഗ്രേഡ് നേടാൻ വേണ്ടി കഴിയും കേട്ടോ. അത് കുട്ടിപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. തൽക്കാലം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യപേപ്പറിൻ്റെ ആൻസർ. അപ്പോൾ മാർക്ക് കുറഞ്ഞോന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി അങ്ങോട്ട് ശരിയാക്കുക, ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ടാൽ മാത്രം മതി കേട്ടോ. നമ്മൾ ഓണപരീക്ഷ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ. നമുക്ക് എന്തായാലും ഇനി അടുത്ത ലൈവ് ക്ലാസ്സിലേക്ക് ആയിട്ട് കാണാം കേട്ടോ. എല്ലാവരും ലൈവ് ക്ലാസ്സൊക്കെ കൃത്യമായിട്ട് കാണാം. അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള ലൈവൊക്കെ നമ്മുടെ എജുബോട്ടിൻ്റെ ഈ ചാനലുണ്ടായിരിക്കും, അതൊക്കെ എല്ലാവരും കാണാം കേട്ടോ. നമുക്ക് എന്തായാലും പിന്നെ കാണാം. ബൈ ബൈ.